അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എത്ര ദിവസമായി മക്കളെ കണ്ടിട്ട്? ഇന്നേക്ക് 16 ദിവസമായി മക്കളെ കണ്ടിട്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത കാലത്ത് തന്നെ മക്കളെ കാണാൻ തൗഫീഖ് നൽകട്ടെ അല്ലാഹു തആല. എല്ലാവരും ആമീൻ പറയൂ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ നഹ്വുൽ വാദിഹാണ് നമ്മുടെ വിഷയം, അറബിക് ഗ്രാമറിലെ. അപ്പോൾ അതിൽ നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ എല്ലാവർക്കും അറിയില്ലേ? അത് ഫെയിലിനെ കുറിച്ചാണ്, ജുംലയുടെ മകനായ ഫെയിലിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിൽ ജുംലയുടെ ഫെയിലിന് എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞു? 3 മക്കൾ അല്ലേ? എല്ലാവർക്കും ഓർമ്മയില്ലേ? ഒന്നാമത്തത് ഫെയിലുൽ മാദി അല്ലേ? രണ്ടാമത്തത് അൽ ഫിഅലുൽ മുദാരിഉ, മൂന്നാമത്തത് ഫിഅലുൽ അംർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ മകനെക്കുറിച്ചും രണ്ടാമത്തെ മകനെക്കുറിച്ചും എല്ലാം നാം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അവസാനത്തെ പുത്രനായ, ഏറ്റവും ചെറിയ പുത്രനായ മകനായ ഫിഅലുൽ അംറിലെ അതിനെക്കുറിച്ചാണ്, മൂപ്പരെക്കുറിച്ചാണ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഫിഅലുൽ അംർ? നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും അറിയും എന്താണ് ഫിഅലുൽ അംർ എന്നുള്ളത്? എന്നാൽ ഫിഅലുൽ അംർ എന്ന് പറഞ്ഞാൽ ഒരാളോട് എന്തെങ്കിലും ഭാവി കാലങ്ങളിൽ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് നിന്ന് ഒരാൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായ കൽപ്പനക്കാണ് എന്ത് പറയൽ? ഫിഅലുൽ അംർ എന്ന് പറയൽ. ഒന്നും കൂടി വിശദമായി പറഞ്ഞാൽ, ഭാവി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു വസ്തു ലഭിക്കാൻ വേണ്ടി തേടുന്നതായ പ്രവൃത്തികൾക്കാണ് ഫിഅലുൽ അംർ എന്ന് പറയുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നീ വൈകുന്നേരം കളിക്ക്. അപ്പോൾ ഭാവി കാലമായ വൈകുന്നേരം അല്ലേ? ആ സമയത്ത് ഒരു പ്രവൃത്തി കരസ്ഥമാകണം അല്ലേ? കളിക്കുക എന്നുള്ള പ്രവൃത്തി കരസ്ഥമാകണം. അതിനു വേണ്ടി പറയുന്ന ഫിഅലിനാണ് എന്ത് പറയൽ? അൽ ഫിഅലുൽ അംർ എന്ന് പറയൽ അല്ലേ? ഒരാളോട് കൽപ്പിക്കാം. മുളാരി എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് സംഭവിക്കുന്ന പ്രവൃത്തിക്കാണ് എന്ത് പറയൽ? മുളാരി എന്ന് പറയൽ. എന്നാൽ ഫിഅലുൽ അംർ എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് സംഭവിക്കണം എന്ന് ഒരാളോട് കൽപ്പിക്കുകയാണ്. ആ കൽപ്പിക്കുന്ന ഫിഅലിനാണ് എന്ത് പറയൽ? ഫിഅലുൽ അംർ പറയല്ലേ? നീ ഓട് എന്നറിയില്ലേ? നീ ഓട്, അല്ലെങ്കിൽ നീ പുഴയിൽ ചാട് എന്നൊക്കെ പറയില്ലേ? അപ്പം അങ്ങനത്തെ ഒരു കൽപ്പനക്കാണ് എന്ത് പറയൽ? അറബിയിൽ ഫിഅലുൽ അംർ എന്ന് പറയൽ. അതിൽ ഉദാഹരണങ്ങൾ നോക്കൂ. ഇലാബ് ബിൽ ഖുർറത്തി, നീ പന്ത് കൊണ്ട് കളിക്കടാ, കളിക്ക്. അത്രയും നീ ഭക്ഷണം കൊടുക്ക്, കിത്തക്ക നിൻ്റെ പൂച്ചക്ക്. നല്ലിഫ് സിയാബക്ക, നല്ലിഫ് നീ വൃത്തിയാക്കടാ, സിയാബക്ക നിൻ്റെ വസ്ത്രത്തെ. നീ ഉറങ്ങ്, മുബക്കിറൻ നേരത്തെ ഉറങ്ങ്. തമഹൽ പതുക്കെ പോകൂ, ഫിസ്സൈരി യാത്രയിൽ അല്ലേ? വണ്ടി ഓടിക്കുമ്പോൾ മെല്ലെ പോകടാ, അങ്ങനെ പറയില്ലേ? കൽപ്പിക്കണം. ഉമ്മ പറയില്ലേ? നമ്മളിപ്പോൾ നിങ്ങൾ സ്പീഡ് സൈക്കിൾ ഓട്ടുമ്പോൾ ഉമ്മ പറയില്ലേ? പതുക്കെ ഓട്ട് എന്നറിയില്ലേ? കൽപ്പിക്കൂലേ? അതുപോലെ അജിദ് മൽഅത്വാം, അജിദ് നീ നന്നാക്ക്, മൽഅത്വാം ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം അല്ലേ? അല്ലാതെ വിഴുങ്ങാൻ പറ്റുമോ? ഒറ്റയടിക്ക് വിഴുങ്ങിയാൽ ചിലപ്പോൾ തൊണ്ടയിൽ കൊടുക്കും. അപ്പോൾ ചവച്ചരച്ച് കഴിക്കണം അല്ലേ? അജിദ് നീ നന്നാക്കണം, മൽഅത്വാമി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾ കാണുന്നില്ലേ? ഇലാബ് നീ കളിക്ക് അല്ലേ? കൽപ്പിക്കുകയാണ് അവിടെ അല്ലേ? അത്രയും നീ ഭക്ഷണം കൊടുക്ക്, അല്ലെങ്കിൽ നൗലിഫ് നീ അലക്ക്, നീ വൃത്തിയാക്ക്, നീ ഉറങ്ങ്. അപ്പോൾ ഭാവി കാലത്ത് കുറച്ച് കഴിഞ്ഞാൽ എന്താകണം? ആ പ്രവൃത്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ് അല്ലേ? അങ്ങനത്തെ കൽപ്പിക്കുന്ന ഫിഅലിനാണ് എന്ത് പറയൽ? ഫിഅലുൽ അംർ എന്ന് പറയൽ. കൽപ്പിക്കുക, കൽപ്പന. അതാണ് ഫിഅലുൽ അംറിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ അൽ ഫിഅലുൽ അംർ എന്ന് പറഞ്ഞാൽ ഹുവ അതാകുന്നത് എന്താണ്? കുല്ലു ഫീലിൻ ഓരോ ഫീലുകളും എങ്ങനത്തെ ഫീലാകുന്നു? യുത്ലബു ബിഹി അതുകൊണ്ട് തേടപ്പെടും. എന്ത്? ഹുസൂലു ഷെയ്യിൻ ഒരു വസ്തു കരസ്ഥമാകണം. എപ്പോൾ? ഫി സമനിൽ മുസ്തഖ്ബലി ഭാവി കാലത്ത്. സമൻ എന്ന് പറഞ്ഞാൽ കാലം, മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് എന്താകണം? കരസ്ഥമാകണം എന്ന് ആവശ്യപ്പെടുന്ന വാക്കിനാണ് എന്ത് പറയൽ? ഫിഅലുൽ അംർ എന്ന് പറയൽ. അപ്പോൾ മൊത്തത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ
ഭാവി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു വസ്തു കരസ്ഥമാകണം എന്ന് ആവശ്യപ്പെടുന്ന കൽപ്പിക്കപ്പെടുന്ന ഫിഅലിനാണ് ഫിഅലുൽ അംർ എന്ന് പറയൽ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ തംരീനാത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുക, മനസ്സിലാക്കുക. പൂർണ്ണമായിട്ടും ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.